തമിഴ്നാട്ടിലെ വിരുദുനഗറിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം. 21 പേർ മരിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. പലരുടെയും നില ഗുരുതരം. കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ ശ്രമം തുടരുന്നു. കൊടും ചൂടിനാശ്വാസം. കൊച്ചിയിൽ കനത്ത മഴ. സംസ്ഥാനത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. വൈദ്യുതി ഉപയോഗത്തിൽ റെക്കോർഡ് വർധന. ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഒഴിവാക്കാൻ ശ്രമമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ചൂട് കൂടിയതോടെ മത്സ്യങ്ങൾ ഉൾക്കടലിലേക്ക്. അയല, മത്തി തുടങ്ങിയവയ്ക്ക് ക്ഷാമം. പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയ്ക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി പ്രതിപക്ഷം. പ്രസംഗം പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് പരാതി. വനിതാ ബിൽ പരാജയപ്പെടുത്തിയ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് BJP. ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്രത്തിൽ നിർണായക നീക്കം. പുതിയ കമ്മീഷണറായി മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ ദിനേശ് ത്രിവേദിയെ നിയമിച്ചു. അയൽ രാജ്യങ്ങളിലേക്ക് ഒരു രാഷ്ട്രീയ നേതാവിനെ നയതന്ത്ര പ്രതിനിധിയായി അയക്കുന്നത് ഏറെക്കാലത്തിന് ശേഷം. നിതിൻ രാജിന്റെ മരണത്തിൽ വിശദീകരണവുമായി അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ്. നിതിൻ ജീവനൊടുക്കാൻ കാരണം ലോൺ ആപ്പ് ഭീഷണിയെന്ന് വിശദീകരണം. ലോൺ എടുത്തത് സഹോദരി ഭർത്താവ് അശോകന് വേണ്ടിയെന്ന് നിതിൻ പറഞ്ഞിരുന്നുവെന്ന് കോളേജ് അധികൃതർ. ലോൺ ആപ്പിൽ മാതാപിതാക്കളാണ് നോമിനികളെന്ന് അച്ഛൻ രാജൻ. വാൽപ്പാറ ദുരന്തത്തിൽ അധ്യാപകരെ നഷ്ടപ്പെട്ട പാങ് GLP സ്കൂളിൽ അധ്യയന വർഷം മുടങ്ങാതിരിക്കാൻ അടിയന്തര നടപടിയുമായി സർക്കാർ. പാങ് GUP സ്കൂളിലെ പ്രധാന അധ്യാപകന് താൽക്കാലിക ചുമതല. താൽക്കാലിക അധ്യാപകരെ നിയമിക്കും. കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകും.